ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു 2 ടയർ കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ കാണാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. വേറെ എക്സ്ട്രാ ഡെക്കറേഷൻസ് ഒന്നും ഇതിനില്ല, പക്ഷേ വൈറ്റിലായതുകൊണ്ട് തന്നെ കാണാനൊരു ഭംഗിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം. വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫ്ലേവറിലാണ് കേട്ടോ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ പോയിട്ടുള്ള മോഡലാണ് ഈ ഒരു 2 ടയർ കേക്കിൻ്റെ ഈ ഒരു മോഡൽ. അപ്പോൾ നമുക്ക് ആദ്യം ഞാനിപ്പോൾ 3 kgയുടെ കേക്ക് ഉണ്ടാക്കുക. അപ്പം ഞാൻ 2 kgയുടെ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 kgയുടെ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് 1 kgയുടെ ബേസാണ്. അപ്പോൾ 2 kg അത് രണ്ടും നമുക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 6 ലെയേഴ്സായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം, അതുപോലെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം, അതുപോലെ കേക്ക് എങ്ങനെ സ്റ്റിഫ് കറക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കാം, ഷാർപ്പ് എഡ്ജൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അതിൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം 1 kgയുടെ ബേസാണ് ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫൈനൽ ഫിനിഷിങ് ചെയ്താൽ മതി. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 kgയുടെ ബേസ് ആദ്യം നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 kgയുടെ ബേസും നമുക്കൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിൽ സെപ്പറേറ്റ് സ്പോഞ്ച് കേക്ക് ഒന്നും കാണിക്കാത്തത് മുന്നേ തന്നെ ഞാൻ 2 kgയുടെ ബേസും 1 kgയുടെ ബേസൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് കാണിക്കാതെ, അല്ലാതെ തന്നെ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ 2 kgയുടെ ബേസും ഒന്ന് ആക്കി. അപ്പോൾ ആദ്യം കേക്ക് ബേസിലൊന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ താഴെ വെക്കുന്ന ലെയർ കേട്ടോ, 2 kgയുടെ ബേസ്. അപ്പോൾ അത് നമുക്ക് എല്ലാം ക്രീം വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മറ്റേ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1 kgയുടെ ബേസാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഒന്നും ഞാൻ ശരിക്കും കാണിച്ചിട്ടില്ല. വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞുകൊണ്ട് ഫില്ലിങ് ശരിക്കും കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതും ക്രീം നമ്മളിപ്പോൾ പൈപ്പിംഗ് ബാഗുകളാക്കിയിട്ട് ക്രീം അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിനിഷിങ് കഴിയും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ്. നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കുന്നതും സാധാരണ രീതിയിൽ ചെയ്തെടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെയും നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ അതിൻ്റെ മേലെയും വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതും ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, അരമണിക്കൂർ താഴെ മേലെയാണെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് മാക്സിമം. അതിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. 10 മിനിറ്റിൽ കൂടുതലൊന്നും നമ്മൾ ഫ്രീസറിൽ വെക്കരുത്. ഒരു 10 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി, ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് മറന്നു പോകുന്ന പേടിയുള്ളവർ താഴെ തന്നെ വെച്ചാൽ മതി കേട്ടോ. താഴെ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് സ്ക്രാപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ക്രം കോട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് ഈ 2 kgയുടെ ബേസിൻ്റെ ക്രം കോട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 kgയുടെ എടുത്തിട്ടുണ്ട്, അത് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനൊന്നും സെപ്പറേറ്റ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇതും ഫൈനൽ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്ക് മറ്റേതും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിതുപോലെ നല്ല കട്ടിയുള്ള സ്ക്യൂർ ഒന്ന് വേണം. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഒരു സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, മരത്തിൻ്റെ.
അപ്പോൾ അത് വെച്ച് കൊടുത്താലും മതി. അപ്പം അതുപോലെ സ്ട്രോയും വെക്കുന്നത് നല്ലൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതെന്തായാലും മസ്റ്റാണ് സ്ട്രോ വെക്കൽ. അല്ലെങ്കിൽ സ്റ്റിക്ക് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകാനുള്ള കേക്കൊക്കെ ആകുമ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, ഒറ്റ സ്റ്റിക്ക് മേലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിനൊക്കെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 സ്ട്രോ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അതൊരു കറക്റ്റ് അളന്നെടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ മേലെ വരുന്ന ലെയർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മോൾഡ്, നമ്മുടെ 1 kg മോൾഡ് ബേസ് ഉണ്ടല്ലോ, ആ 8 ഇഞ്ചിൻ്റെ മോൾഡ്, അത് വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് അവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജാണ് ഈ ഒരു ഇതിൽ മേലെ വെക്കുന്ന ആ ഒരു സ്റ്റേജ്, ഈ ഫസ്റ്റ് ലെയർ അതിൻ്റെ മേലെ വെക്കുന്ന ആ ഒരു സ്റ്റേജ് ഏറ്റവും ക്രൂഷ്യലാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് ആരും അടുത്തുണ്ടാകാൻ പാടില്ല കേട്ടോ. ആരെയും അടുത്തുണ്ടായാൽ മൊത്തത്തിൽ ഫ്ലോപ്പായി പോവും. ചിലർക്ക് ആരെയും ഹെൽപ്പ് വേണമായിരിക്കും, പക്ഷെ എനിക്ക് ഹെൽപ്പ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ വരിക. അപ്പം ഞാൻ എല്ലാവരെയും ഈ ഒരു സമയത്ത് ഈ ഒരു കേക്ക് വെക്കുന്ന സമയത്ത് അടുത്തുനിന്ന് മെല്ലെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചെയ്യാറ്. അപ്പം മെല്ലെ അതിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് അവിടെ നിന്ന് പോയിട്ടുണ്ട് ക്രീം, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ ആ വലിയ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വലിയ കട്ടിയുള്ളൊരു സ്ട്രോ ആണ് കേട്ടോ, ഇതിനായിട്ട് വെക്കുന്ന സ്ട്രോ ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ച് കൊടുക്കുന്നത്. അതിന് പകരം ഞാൻ പറഞ്ഞ പോലെ മരത്തിൻ്റെ ഒരു സ്റ്റിക്ക്, വലിയൊരു സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ച് കൊടുത്താലും മതി. പിന്നെ ഇത് നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് എല്ലാ ഭാഗത്തേക്കും കുറേശ്ശെ ഇങ്ങനെ അപ്ലൈ ചെയ്ത്, കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട, കുറച്ച് മതി. കൂടുതലായി പോയാൽ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഷുഗർ, ഇത് ചെറുതാണ്, അപ്പോൾ വലുതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കണം. ഇതൊരു ആനിവേഴ്സറി കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പറും അതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഞാൻ ഫാൻസി ഫ്ലവേഴ്സായിട്ട് വെച്ച് കൊടുക്കുന്നത്. വൈറ്റും റെഡും കളറിലുള്ള ഫാൻസി ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ടയർ കേക്കിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്